ശ്രീകാന്താണ് അതിൻ്റെ MD. മനഃപൂർവ്വം കൊടുക്കാത്താവണമെന്നില്ല. ഒരുപക്ഷെ ഫണ്ട് ഫ്ലോയുടെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും തടസ്സം നേരിട്ട് കാണും. പക്ഷെ നമ്മുടെ പാർട്ടിക്ക് പണം വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. വേദയുടെ സഹോദരനാണെന്ന് മനസ്സിലായപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ നിന്നെ തന്നെ ഏൽപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എറിയാൻ ഭാഗത്തിലൊരു വടി കിട്ടുമ്പോൾ അത് നിന്നെ തന്നെ വിളിച്ച് തരാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മറ്റൊരു കാര്യം, പുതിയ സ്റ്റീൽ കമ്പനി തുടങ്ങുമ്പോൾ മറ്റ് യൂണിയനുകൾ തലയിടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പാർട്ടിയുടെ തൊഴിലാളി യൂണിയൻ അവിടെ പ്രവർത്തിച്ചു തുടങ്ങണം. നിനക്കായിരിക്കും അതിൻ്റെ ചുമതല. അമ്മായിയച്ഛൻ്റെ കമ്പനിയിൽ യൂണിയൻ നേതാവ് കളിക്കുന്ന രസമായിരിക്കണോ? കാശ് നമുക്ക് വാങ്ങിച്ചെടുക്കാം. ശരി സാറേ. തൊഴിലാളികളുടെ കൂലിയിൽ നിന്ന് അച്ഛനെടുക്കുന്ന കമ്മീഷന്റെ പകുതി പാർട്ടി ഫണ്ടിലേക്ക് അടച്ചേക്കണം. ഓ, സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചെലവുള്ള ഏർപ്പാടാന്നറിയാലോ. എന്നാ വിക്രം വെക്കോ, ഇതൊന്ന് വേഗം അവസാനിപ്പിച്ചു കൊടുത്തേക്ക്. ശരി സാർ. നന്നായിട്ട് പ്രാർത്ഥിക്കും മോളെ. എല്ലാം നന്നായി വരട്ടെ. പിറക്കാൻ പോകുന്ന കുഞ്ഞിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടായിരിക്കട്ടെ മോളെ. ഗായത്രി ഭാഗ്യം ചെയ്തവളാ. പ്രസവകാലത്ത് മകളെ ശുശ്രൂഷിക്കാനും പേരക്കുട്ടിയെ ഏറ്റുവാങ്ങാനും ആ കുഞ്ഞിന് ആദ്യമായിട്ട് വയം വരച്ചു കൊടുക്കാനും കഴിയുമല്ലോ. ആ യോഗം പത്മത്തിനില്ലാതെ പോയി. അങ്ങനെ കരുതണ്ട അമ്മേ. വേദയെ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളൂ. ദീപ്തിയുണ്ടല്ലോ. പത്മയ്ക്ക് ആ ഭാഗ്യം ദീപ്തിയിലൂടെ അനുഭവിക്കാം. അല്ലേ ദീപ്തി? വർഷയെ കൂട്ടിക്കൊണ്ടു പോവാൻ വരാൻ തീരുമാനിച്ചപ്പോ ദർശൻ എന്റെ കൂടെ വന്നത് അക്കാര്യം കൂടി നേരിൽ കണ്ട് സംസാരിക്കാനാ. അന്ന് ദർശന് വേണ്ടി ദീപ്തി ഞങ്ങൾ പ്രപ്പോസ് ചെയ്തപ്പോ അവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. അവനോട് ചോദിക്കാതെ ഞങ്ങൾ അങ്ങനെ ഒരു ആലോചന മുന്നോട്ട് വെച്ചതില് അവൻ ഞങ്ങളെ ചീത്ത പറയുകയും ചെയ്തു. പക്ഷേ കൂടുതൽ ആലോചിച്ചപ്പോ അതാ നല്ലതെന്ന് അവനും തോന്നിക്കാണും. അല്ലെങ്കിലും പേരുകൊണ്ട് ചേർച്ച ഇവര് തമ്മിലാണല്ലോ, ദർശൻ ദീപ്തി. അല്ലേ പത്മ? ഹലോ, ഞാൻ വിക്രം. എന്താടാ? വളരെ അത്യാവശ്യമായി പോയി. അർജന്റായിട്ടൊന്ന് കണ്ടേ പറ്റൂ, അതുകൊണ്ട് വിളിച്ചത്. എന്തിന്? കാണേണ്ടത് എവിടെ വെച്ചാണെന്ന് ഞാൻ മെസ്സേജ് അയക്കാം. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിക്കണം, അല്ലെങ്കിൽ നഷ്ടം വലുതായിരിക്കും. എന്താടാ, ഭീഷണിയാണോ? നിന്നെയൊക്കെ ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കാൻ മാത്രം ഊച്ചാളിയാണ് ഞാനെന്ന് വിചാരിച്ചോളാം. ഇതൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയാ. SK കൺസ്ട്രക്ഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ നീ ആണെങ്കിൽ ഞാൻ പറഞ്ഞിടത്ത് നീ എത്തിയിരിക്കും, അല്ലെങ്കിൽ നീ വിവരം. ആരാ ശ്രീകാന്ത്? സൈറ്റിൽ നിന്നൊരു കോളാ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല ചാ. സാർ, വിക്രത്തിന് നാട്ടിലുള്ള ഇമേജിന് ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. കാര്യം നമുക്ക് വേണ്ടിയാണ് പലതും ചെയ്തിട്ടുള്ളതെങ്കിലും അവൻ ഇപ്പോഴും നാട്ടിൽ ഗുണ്ടയും കൂലിത്തല്ലുകാരനുമായിട്ട് അറിയപ്പെടുന്നു. അവനെപ്പോലെ ഒരാൾക്ക് യൂണിയന്റെ ഉത്തരവാദിത്വമൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണോ? ആ കമ്പനിയിലെ പാർട്ട്ണർമാരിൽ ഒരാൾ അവന്റെ ഭാര്യയുടെ സഹോദരനാവുമ്പോ സ്വാഭാവികമായും മാനേജ്മെന്റിന് അനുകൂലമായേ അവൻ കാര്യങ്ങൾ കാണും.
ഇപ്പൊ തന്നെ അവൻ ആ അച്യുതന്റെ പ്രശ്നം എങ്ങനെയായിരിക്കും പരിഹരിക്കാന്ന് സാറൊന്ന് നോക്കൂ. അച്യുതന് കൊടുക്കാനുള്ള കാശിന് അതിനൊരു അവധി പറഞ്ഞ് അവൻ അത് നീട്ടിവെപ്പിക്കും. കാര്യം ബലമായി കെട്ടിയതാണെങ്കിലും ഇപ്പൊ ഒരുമിച്ച് കൂടെ കഴിയുന്ന പെണ്ണിന്റെ ആങ്ങളല്ലേ സാർ? ആ ചൂടറിഞ്ഞ് അവൻ അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇനിയൊരു വാക്ക് നീ അവനെ പറ്റി പറഞ്ഞ പിന്നെ ഈ വെള്ളക്കുപ്പായിട്ട് നീ എന്റെ മുന്നിൽ നിൽക്കില്ല. ഇറങ്ങിപ്പോടാ. ഒന്ന് മുടി ചെയ്യാൻ പോലും സമ്മതിക്കാതെ ഇതെങ്ങോട്ടാ? ഒരു ഷോയ്ക്ക് പോകണമെന്ന് വിചാരിച്ചേക്കും. ഷോയോ? ദൈവമേ, ഇപ്പൊ മാറ്റിനിയുടെ സമയമാണല്ലോ. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞൂടെ? ശ്രീജേടത്തി, സിനിമയ്ക്കാണത്രേ. ഞാൻ പോയിട്ട് വരാം. പോയിട്ടോ. നാളെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെയും പേര് ആ പത്രത്തിൽ വരാതിരിക്കാനാ ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞത്. നിന്റെ ഉമ്മാക്കി കേട്ട് പേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നെന്ന് കരുതിയോ നീ? നീ എന്ത് കരുതിയിട്ടാണെങ്കിലും വേണ്ടില്ല, നിന്നിവിടെ വരുത്തിയല്ലോ, അതാണ് പ്രധാനം. അതേടാ, ശ്രീകാന്തിനെയും ഞാൻ നടത്തുന്ന സ്ഥാപനങ്ങളെയും നീ എന്തൊലത്താനാ പോകുന്നെന്ന് അറിയാൻ തന്നെയാ ഞാൻ വന്നത്. സന്തോഷം. അപ്പൊ വെറുതെ പരസ്പരം വെല്ലുവിളിച്ച് സീൻ ക്രിയേറ്റ് ചെയ്ത് സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കുറച്ച് ഗോസായിമാരുമായിട്ട് ചേർന്ന് നീ ഒരു സ്റ്റീൽ ഫാക്ടറി തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടല്ലോ. അവിടേക്ക് കുറച്ച് തൊഴിലാളികളെ സപ്ലൈ ചെയ്ത ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു, പേര് അച്യുതൻ. ഓഹോ. കഴിഞ്ഞ 3 മാസമായിട്ട് നീ അയാളുടെ പേയ്മെന്റ് റിലീസ് ചെയ്യുന്നില്ല എന്നറിഞ്ഞു, ശരിയല്ലേ? അത് ചോദിക്കാൻ നീ ആരാണ്? മോനെ ശ്രീകാന്ത്, വെറുതെ തർക്കിക്കാനും വാശി പിടിക്കാനൊന്നും നിൽക്കരുത്. അയാൾക്ക് കൊടുക്കാനുള്ള മുഴുവൻ തുകയും 1 മണിക്കൂറിനുള്ളിൽ റിലീസ് ചെയ്തിരിക്കണം. ഈ കൂലിത്തല്ലും ഗുണ്ടാപ്പടിയും നിർത്തി നീ ഇപ്പൊ ബിസിനസ് സെറ്റിൽമെന്റിന് ഇറങ്ങിയ കൊള്ളാലോ. എന്റെ പെങ്ങളെ കെട്ടിയതിന് ശേഷം നിനക്ക് കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണല്ലോടാ. അതേടാ, ഹണിമൂൺ പീരീഡ് അല്ലേ? ദിവസേന രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും രാവിലെ ഉണർന്നെഴുന്നേക്കുമ്പോഴും അവൾ എനിക്ക് 1 മണിക്കൂർ ട്യൂഷൻ എടുക്കുന്നുണ്ട്. എന്താ അതുപോലെ? കൊള്ളാം. മുള്ളിനെ നീ മുള്ളുകൊണ്ടന്നെ എടുത്തു അല്ലേ? ഇപ്പൊ എന്താടോ? അളിയനാണ് കമ്പനിയുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞപ്പോ നീ മാനേജ്മെന്റിന്റെ കൂടെ നിൽക്കുന്നായിരുന്നു ഇവന്റെ അഭിപ്രായം. എന്താ നീ പറഞ്ഞത്? അച്ഛനുള്ള പണം കൊടുക്കാതെ എന്തെങ്കിലും കാരണം പറഞ്ഞ് വിക്രം നീട്ടിവെപ്പിക്കുന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ടിപ്പോ എന്തായി? സാർ, ക്യാഷ് ക്രെഡിറ്റ് ആയി. വലിയ ഉപകാരം സാറേ. അപ്പൊ ഞാൻ പറഞ്ഞ് മറക്കണ്ട, പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അച്ഛന് കൊടുത്തേക്കാം. സാർ, ക്യാഷ് ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കാം. ആ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ ശരി. വിക്രം, നമുക്കൊന്ന് മുകളിലത്തെ മുറിയിലിരിക്കാം. അവിടുത്തെ യൂണിയൻ ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചിലത് സ്വകാര്യ സംസാരിക്കാനുണ്ട്. വാ. ഇനി പൊക്കോ, സാറിനെ കൊണ്ടായിക്കോളൂ. എത്ര നേരം ആയിടോ കാത്തു നിൽക്കുന്നു? അത് പിന്നെ ഈ വഴിക്ക് പോകുന്ന പരിചയമുള്ളൊരു ബൈക്കുകാരനെ കണ്ടിട്ടുണ്ടേ സാറേ. തനിക്കൊരു ഓട്ടോ പിടിച്ച് പോരാൻ പാടില്ലായിരുന്നോ? രൂപ 50 സാറേ, കവലെന്ന് ഇവിടെ വരെ. അത് ഞാൻ തരത്തില്ലായിരുന്നോ? സാർ എന്തായാലും തരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു ബൈക്കിന്റെ ബാക്കിൽ തൂങ്ങി പിടിച്ച് കയറാൻ പറ്റിയ ആ പൈസ ആട്ടോക്കാരന് കൊടുക്കാതെ കഴിക്കാമല്ലോ. അല്ല, സാറ് വിളിപ്പിച്ചെന്തിനാ? അന്നത്തെ പോലെ വല്ല ഉടായിപ്പ് പരിപാടിയാണെങ്കിൽ നടക്കത്തില്ല സാറേ. അത് തനിക്ക് നടത്തിയെടുക്കാൻ പറ്റാത്തോണ്ടാണെന്ന് പറ. അല്ല സാറേ, അതിൽ കാര്യമുണ്ട്. ആ വിക്രമില്ലേ,
അവൻ അച്ഛന്റെ സ്വഭാവം കിട്ടിയിരിക്കുന്നത്. അഭിമാനം പണയം വെച്ച് ഒരു പരിപാടിക്കും അവനെ കിട്ടത്തില്ല. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, അതാ പ്രകൃതം. അപ്പൊ ആ മാഷിന്റെ മകനല്ലേ താനും? എന്നിട്ട് താനിങ്ങനെ ആയല്ലോ. സാറ് എന്നെ കളിയാക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. സാറേ, എത്ര കാബലം തരുന്ന തെങ്ങാണെങ്കിലും ഇടയ്ക്കൊരു പേട്ട തെങ്ങ കാണത്തില്ലേ സാറേ? എനിക്ക് എന്റെ അച്ഛമ്മയുടെ സ്വഭാവം കിട്ടിയിരിക്കുന്നെന്നാ അച്ഛൻ പറയുന്നത്. ആ അതൊക്കെ പോട്ടെ, താൻ കാര്യത്തിലേക്ക് വാ. അതിന് സാറൊന്നും പറഞ്ഞില്ലല്ലോ. ആ താൻ വാ. ഏ വാ. തന്റെ അനിയനെ പറ്റി തന്നെയാ. അതെനിക്കറിയാലോ. സാറ് മാറ്ററിലേക്ക് വന്നാൽ മതി. വേറൊന്നുമല്ലടോ, കുറച്ചു കാലം അവനെ അഴിക്കുള്ളിലാക്കണം. അതിനെന്താ ഒരു വഴി? സാറേ, സാറ് പറയുന്നത് എന്റെ അനിയനെ കുറിച്ചാ, അത് മറക്കരുത്. അവൻ ആദ്യം ജയിലിൽ കിടന്നപ്പോ തനിക്ക് തോന്നലുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്താ ആ കഥകളൊന്നും എനിക്കറിയില്ലെന്ന് കരുതിയോ? അവളും അവന് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി വിട്ടതാ ഞാൻ. അപ്പൊ അവന് എന്റെ തട്ടകത്തിൽ കയറി കളിക്കണം. അങ്ങനെ ഉണ്ടായോ? ഇന്നലെ അവൻ ഭേദയെ വെച്ച എന്നെ പൂട്ടാൻ നോക്കിയത്. അവളാണെങ്കിൽ സ്വന്തം അച്ഛനെയും വളർത്തി വലുതാക്കിയ വീട്ടുകാരൊക്കെ വിട്ട് അവൻ പറയുന്നത് എന്തും കണ്ണടച്ചനുസരിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെയൊന്നും അല്ല കേട്ടോ. എങ്ങനെയല്ല? അല്ല, അവര് തമ്മിൽ വീട്ടില് പലപ്പോഴും കീരിയും പമ്പും പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അവസാനം കീരിയുടെ കുഞ്ഞ് പാമ്പിന്റെ വയറ്റിൽ ജനിക്കും, അപ്പ അറിയാം. അപ്പോ പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലാണെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമാണെന്നാണോ സാറ് പറയുന്നത്? അതെ. അല്ലെങ്കിൽ അവന്റെ വാക്കും കേട്ട് അവൾ എനിക്കും എന്റെ കമ്പനിക്കും എതിരെ ഉപവാസത്തിന് ഇറങ്ങി പുറപ്പെടുമായിരുന്നോ? ശരിക്കും എനിക്കിത് കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. താൻ അത്ഭുതപ്പെട്ട് വാ തുറന്ന് നിൽക്കാതെ ഒരു സൊല്യൂഷൻ പറയണോ? ഈ കാര്യത്തിൽ നമ്മൾ നേരിട്ട് ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. സംശയമില്ല, എന്റെ പേര് ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. എങ്കിൽ അവന്റെ ശത്രുക്കൾ തന്നെ പണിയണം. എങ്കിൽ ബെസ്റ്റ്. ആ ബോബിയുടെ ടീമിലൊരുത്തനുണ്ട്, അഭിലാഷ്. ആ ഓട്ടോക്കാരി രാധയെ കല്യാണം ആലോചിച്ച് വീട്ടിൽ ചെന്നെന്നും പറഞ്ഞ് ഇവൻ അവനെ അടിച്ചോടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും ഇവന് അവനുമായിട്ട് അടിയുണ്ടായെന്ന് പറഞ്ഞു കേട്ടിരുന്നു. ഞാൻ പിന്നെ ഇവനുമായിട്ട് അത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കത്തുണ്ട്, അതിനെപ്പറ്റി ചോദിച്ചതുമില്ല. അഭിലാഷ് കളത്തിലിറങ്ങിയാൽ ചിലപ്പോൾ കാര്യം നടക്കും. എങ്കിൽ ഇറക്കണം. പൈസ കുറച്ച് ചിലവാവും. താൻ ഇറങ്ങുകയാണെങ്കിൽ പണമില്ലാതെ ഒന്നും നടക്കില്ലെന്ന് എനിക്കറിയാം. ഇതിൽ കുറച്ച് രൂപയുണ്ട്. കാര്യം നടന്നതിന് ശേഷം ബാക്കി കൊടുക്കാന്ന് പറഞ്ഞു. ഇതിപ്പോ അവർക്കുള്ള കള്ളിനും അഡ്വാൻസിനുമായി. ഞാൻ വെട്ടാൻ പോകുന്നതേ എന്റെ സ്വന്തം കുടുംബത്തിലെ തടിയാ. അതിനിത് പോരാതെ വരും സാറേ. തനിക്കുള്ളത് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം, പോരെ? അത് മതി. ആ, പക്ഷേ ഓട്ടോയ്ക്ക് വരുന്നതിനും പോകുന്നതിനുള്ള ചില്ലറ അതിപ്പോ ഇങ്ങ് തന്നേക്ക് സാറേ. അല്ല, ഈ വലിയ തുകകൾ അയക്കുമ്പോഴേ ചില്ലറയുടെ കാര്യം മറന്നു അതാ. അയ്യേ, എനിക്ക് വേണ്ട. എന്താ കഴിക്കില്ലേ? ഇല്ലെന്നങ്ങോട്ട് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ബിസിനസിന്റെ ഡീല് സംസാരിക്കുമ്പോൾ ഞാൻ മദ്യം കൈ കൊണ്ട് തൊടാറില്ല. ശരി, പക്ഷേ മിച്ചർ തിന്നും. അപ്പോ ഞാൻ പറഞ്ഞല്ല, മനസ്സിലായല്ലോ. അപ്പൊ അവനെ തന്റെ അനിയനെ ഒരു കേസ് കുടുക്കി കുറച്ചു കാലം അകത്താക്കി തരണം അല്ലേ? അത്രേ ഉള്ളൂ. എന്താടോ, വീട്ടിൽ വല്ല ഭാഗവും നടക്കാൻ പോകുന്നുണ്ടോ? അതൊന്നുമല്ല. കാര്യം എനിക്ക് അവരോട് ദേഷ്യം വൈരായിക്കുണ്ട്. പക്ഷെ സ്വന്തം അനിയനെതിരെ ഇങ്ങനെ ഒരു കാര്യമായിട്ട് വരണമെങ്കിൽ ഒന്നുകിൽ അടങ്ങാത്ത പക വേണം, അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന വല്ല ഓഫറും കിട്ടണം. തന്റെ മുഖം കണ്ടാൽ അറിയാം രണ്ടാമത്തെ കാര്യം നടന്നിട്ടില്ലെന്ന്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്റെ പ്രശ്നം അതല്ല. വെറുതെ പോലീസിന് പിടിച്ചു കൊടുത്താ അവനോടുള്ള കലിപ്പ് തീരില്ലല്ലോ. അമ്പലത്തിനുള്ളിൽ വെച്ച് അവനങ്ങ് തട്ടിക്കളഞ്ഞാലോ? അയ്യോ മോനെ, അവൻ എന്റെ ചോരയാ. ആവശ്യമില്ലാത്ത പണിയൊന്നും കാണിക്കല്ലേ. പിന്നെ ചോര. എന്നിട്ടാണോ താൻ അവനെ ഒറ്റ കൊടുക്കാൻ നിൽക്കുന്നത്? അതിൽ വ്യത്യാസമുണ്ട് അഭിലാഷേ. ഏതായാലും അവൻ തല്ലുള്ളി തരം കുഴപ്പമായിട്ട് കിടക്കുകയല്ലേ. കുറച്ചു കാലം അകത്ത് കിടന്നാൽ ഒന്ന് നന്നായി ചിന്തിക്കാനുള്ള അവസരം കൂടിയാവുമല്ലോ. ഏത് അവന്റെ സ്വഭാവം മാറി നന്നായാലോ. പശ്ചാത്തപിക്കാൻ ഒരു അവസരം കൊടുത്ത് നടന്ന് നമുക്കങ്ങ് സമാധാനിക്കാമല്ലോ.
പിന്നെ നേരിട്ട് അടിക്കാന്ന് വെച്ചാ അതത്ര എളുപ്പമല്ലെന്ന് 2 തവണ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഞാനൊരു സമയവും സന്ദർഭവും നിങ്ങളോട് പറയാം. അവനും ഭാര്യയും മാത്രമേ ഉണ്ടാവൂ. അന്ന് രാത്രി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. ആർക്കും ദേഹോദ്രവം ഏൽപ്പിക്കാതെ അവനെ കൊടുക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അഥവാ പിടിക്കപ്പെട്ട ഇതിന് പുറകിൽ ഞാനുണ്ടെന്ന കാര്യം ഒരിക്കലും പുറത്ത് പറയരുത്. അതിനുള്ള പണം ഞാൻ എത്തിച്ചു തന്നിരിക്കും. ശരി, എന്താ ചെയ്യേണ്ടത്? അഭിലാഷ് ഒരുപാട് കൊട്ടേഷൻ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നിന്നെപ്പോലൊരു വൃത്തികെട്ടവന്റെ കൊട്ടേഷൻ ആദ്യമായിട്ട് പിടിക്കുക. പൈസ ഏൽപ്പിച്ച് പോവാൻ നോക്ക്, കാര്യം നടന്നിരിക്കും. എന്നാ ശരി. ഗുണ്ടാപ്പണിയും കൊട്ടേഷനായിട്ട് നടക്കുന്ന നമ്മള് ആ പോകുന്നതിനേക്കാൾ എത്രയോ ഭേദാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ മാഷെ, അമ്പലത്തിലെ ഭജനയ്ക്ക് വിശ്വാസം യഥാർത്ഥ മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയും വിലയേറിയാത്ത കിരാതന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെയുള്ളവർക്ക് മനുഷ്യരുടെ വേദനയാണ് പ്രാർത്ഥന, ചോരയാണ് തീർത്ഥം. മനുഷ്യ ശരീരത്തിലേക്ക് കത്തിയിറക്കുമ്പോൾ ലഭിക്കുന്ന ഉന്മാദമാണ് അവർക്ക് ഭക്തി. പോത്തിനോട് പോലും വേദമോതാൻ കമല. ആ യോഗ്യത പോലും ഇല്ലാത്തവർക്ക് വേണ്ടി നീ ഈ പ്രായത്തിൽ മെനക്കെടുന്നത് കാണുമ്പോ സങ്കടം തോന്നുക. അമ്മ വിശ്വസിക്കുന്ന ദൈവം ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന ആളല്ലേ? അങ്ങേരെ ആരൊക്കെ വിശ്വസിക്കണമെന്ന് ഒരു റിട്ടയർഡ് പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റർ തീരുമാനിക്കാൻ അങ്ങേര് സമ്മതിക്കില്ല. അമ്മ വാ. വാ മോളെ. വേദമോളെ, പുറത്തൊന്ന് പ്രദക്ഷിണം വെച്ച് ഉപദേവതകളെ തൊഴുതു വന്നോളൂ. എന്നിട്ട് അകത്തേക്ക് കയറാം. ശരി അമ്മ. ഒറ്റയ്ക്ക് പോയാൽ മതി. നീ കൂടെ ചെല്ല്. ഞാനോ? അല്ലാതെ പിന്നെ ഭജന ഇരിക്കുന്നത് നീയല്ലേ? പ്രദക്ഷിണം കഴിഞ്ഞ് വേഗം വാ. ചെല്ലടാ. വരുന്നേ. ശരിക്കും അവർ നല്ല ജോഡിയല്ലേ അമ്മേ? എന്താ സംശയം? എന്താടി ഇതെനിക്ക് പണി തരാൻ വേണ്ടി നീ മനഃപൂർവ്വം അമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ചല്ലേ? അയ്യോ, അത് മനസ്സിലാക്കിയോ? പറ്റില്ല എന്ന് പറഞ്ഞ അമ്മയ്ക്ക് വിഷമാവുമല്ലോ ഓർത്തിട്ടാ ഞാൻ. എങ്ങനെയായാലും തന്നെ കൊണ്ട് ഞാൻ ഈ വേഷം കെട്ടിച്ചല്ലോ, എനിക്കത് മതി. അന്ന് ഷോ കാണിക്കാന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ വിളിച്ചോണ്ട് പോയി ആ നട്ടുച്ചയ്ക്ക് റോഡിലിട്ടിട്ട് പോയില്ലേ? അന്ന് ഞാൻ തീരുമാനിച്ചതാ ഒരു മുഴുനീള ഷോ നിങ്ങളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കണമെന്ന്. ഓ, അപ്പൊ അതും പറഞ്ഞ് നീ എന്റെ അമ്മയെ പറ്റിക്കായിരുന്നല്ലേ? ഏതായാലും താൻ പറ്റിക്കുന്നത്രയും ഞാൻ അമ്മയെ പറ്റിച്ചിട്ടില്ല. ഇതൊന്നുമില്ലെങ്കിലും ഒരു ദൈവകാര്യമല്ലേ? സത്യം മനസ്സിലാക്കിയാലും അമ്മ എന്തായാലും എന്നോട് ക്ഷമിക്കും. അല്ല, ആരാ ഇത്? മോക്കെന്നെ മനസ്സിലായില്ലേ? കല്യാണം കഴിച്ചു വന്ന അന്ന് മോള് പുറത്തു നിൽക്കുമ്പോ ഞാൻ ചാണകപ്പൊടിയുമായിട്ട് വന്നിരുന്നു, ഓർമ്മയില്ലേ? ചെറുക്ക പറഞ്ഞു കൊടുക്കടാ. ഇത് തങ്കേച്ചി.
മാഷിന് വാഴകൃഷിക്ക് വേണ്ട ചാണപ്പൊടിയും വെണ്ണീറും ഒക്കെ എന്റെ ചന്ദ്രേട്ടനെ എത്തിച്ചു കൊടുക്കുന്നേ. എന്തായാലും രണ്ടാളെ ഒന്നിച്ചു കണ്ടല്ലോ, അത് നന്നായി. കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുടെ ഇടയിലെ നിങ്ങൾ തമ്മിൽ അത്ര ചേർച്ചയിലല്ലെന്നൊരു സംസാരമുണ്ട്. അത് വെറുതെയാണെന്ന് ഇനി എനിക്ക് പറയാലോ. അതേതായാലും നന്നായി. വെറുതെ ഇല്ലാവചനം ആളുകൾ പറഞ്ഞുണ്ടാക്കണ്ടല്ലോ, അല്ലേ വിക്രമേട്ട? എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ ചേച്ചി. ശരി. കൈ എടുക്കണം.